അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, സൂറത്തുൽ അൻആമിൻ്റെ 14 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. എല്ലാവരും നേരെ ശ്രദ്ധിച്ചിരിക്കുക, ഖുർആനിൽ നോക്കി ഇരിക്കുക. അതോടൊപ്പം തന്നെ നിയമങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ്യൻ ഫാത്വിരിസ് സമാവാതി വൽ അർദി വഹുവ യുത്ഇമു വലാ യുത്അം. ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ്യൻ ഫാത്വിരിസ് സമാവാതി വൽ അർദ്. അവിടെ ഖുൽ അഗൈറല്ലാഹ്, ഗൈറ അത്തഖിദു വലിയ്യൻ വലിയ്യൻ ഇഖ്ഫാ ബിഗുന്നയുണ്ട്. ഫാത്വിരി ഫാത്വിരി ഫാത്തിരി അല്ല ഫാത്വിരി. റാഇന് കസ്റുണ്ട്, അതുകൊണ്ട് നമ്മൾ തർഖീഖ് ചെയ്തു. അസ്സമാവാതി വൽ അർദ് അർദ്. അവിടെ റാഇനെ നമ്മൾ എന്താ ചെയ്തത്? തഫ്ഖീം ചെയ്തു. കാരണം റാഇന് തൊട്ട് മുമ്പിൽ ഫത്ഹ ലമ്മ വന്നാൽ തഫ്ഖീമാണ്, അറിയാം. വഹുവ യുത്ഇമു യുത്ഇ. അവിടെ എന്താ നിയമം? ഖുതുബ് ജദ്ദിൽപ്പെട്ട അക്ഷരമാണ്, അഥവാ ഒന്ന് കട്ടികുട്ടി പറയേണ്ടതാണ്. വലാ യുത്അം. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ്യൻ ഫാത്വിരിസ് സമാവാതി വൽ അർദി വഹുവ യുത്ഇമു വലാ യുത്അം. ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം. ഉമിർതു അവിടെ എന്താ? റായിന് കസ്റ്, റായിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ളതിന് കസ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിലാൻ്റെ അക്ഷരമല്ല വന്നത് എങ്കിൽ, റായിന് ശേഷം ഇസ്തിലാൻ്റെ അക്ഷരമല്ല എങ്കിൽ എന്ത് ചെയ്യണം? റായിനെ തർഖീഖ് ചെയ്യണം. ഉമിർതു. ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം. മൻ അസ്ലം, മൻ ഇൽഹാർ. വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അദീം. അവിടെ ഇന്നി അഖാഫു മദ്ദുൽ മുൻഫസിലുണ്ട്. അസ്വൈതു, ഇൻ അസ്വൈതു ഇൽഹാറുണ്ട്. അദാബ യൗമിൻ അദീം അവിടെയും ഇൽഹാറുണ്ട്. ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അദീം. മൻ യുസ്റഫ് അൻഹു യൗമഇദിൻ ഫഖദ് റഹിമഹു വദാലികൽ ഫൗസുൽ മുബീൻ. മൻ യുസ്റഫ് അവിടെ എന്താ? മൻ യുസ്റഫ് എന്നത് സുക്കുനായ നൂൻ ശേഷം യാ ആണ്. യൻമുയിൽപ്പെട്ട ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളാണ്. അപ്പോൾ മൻ യുസ്റഫ്, മനസ്സിലായില്ലേ? എന്നാൽ ആ മീമിൻ്റെ മുകളിൽ ഒരു ശബ്ദ് കാണാം. അതെന്തുകൊണ്ടാണ്? ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അക്ഷരം തുടങ്ങുമ്പോൾ തന്നെ ശബ്ദ വരുന്നത് നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്? അത് തൊട്ടു മുന്നിലുള്ള ആയത്തിനെ ഈ ആയത്തിലേക്ക് ചേർത്തോതുമ്പോൾ നമ്മൾക്ക് അതിനെ മണിക്കേണ്ടി വരും. കാരണം ഒന്ന് നോക്കൂ, അലീമിൻ എന്നതാണ് അവിടെ അവസാനം. തൊട്ടു മുന്നിലുള്ള ആയത്തിൻ്റെ അവസാനത്തെ അക്ഷരം അലീമിൻ അഥവാ തെൻവീനാണ്. തെൻവീന് ശേഷം യൻമു എന്നതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെയാണ് ഓതുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം?
ഇദ്ഗാം ചെയ്ത് അഥവാ വഖഫ് ചെയ്യാതെ ഓതുകയാണ് എങ്കിൽ അത് നമ്മൾ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വേണം പോവാൻ. അപ്പോൾ എങ്ങനെയായിരിക്കും? അദാബ യൗമിൻ അദീമിൻ മൻ യുസ്റഫ് അൻഹു, മനസ്സിലായില്ലേ? മൻ യുസ്റഫ് അൻഹു യൗമഇദിൻ ഫഖദ് റഹിമഹു. അവിടെ യൗമ അൻഹു, അൻഹു ഇൽഹാറുണ്ട്. യൗമഇദിൻ ഫ, അവിടെ ഇഖ്ഫ ബിഗുന്നയുണ്ട്. ഫഖദ് ഖുതുബ് ജദ്ദുണ്ട്. റഹിമഹു ളമീർ അങ്ങനെയാണ് നിർത്തുക. വദാലികൽ ഫൗസുൽ മുബീൻ. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യംസക് ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവിടെ വഇൻ യംസസ്ക, വഇയ ഇദ്ഗാം ബിഗുന്ന. പിന്നെ യംസ, യംസ മീമിൻ്റെ ഇൽഹാറുണ്ട് അല്ലേ? സുകുന മീമിന് ശേഷം മീമോ ബാ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാറാണ്. ഇത് ഇൽഹാറു ശഫവി എന്നാണ് പറയുക. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ, അള്ളാഹു എന്ന പദത്തിലെ ലാമിനെ നമ്മൾ എന്തു ചെയ്തു? തഫ്ഖീം ചെയ്തു. കാരണം എന്താ? അള്ളാഹു എന്ന പദത്തിൻ്റെ മുന്നിൽ ആ ലാമിന് തൊട്ട് മുമ്പിൽ ഫത്ഹയോ ലമ്മോ വന്നാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. അപ്പോൾ വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അവിടെ ബിദുർരിൻ ഫലാ ഇഖ്ഫ ബിഗുന്ന, കാശിഫ ലഹു ഇല്ല. അവിടെ എന്തുണ്ട്? ഒരു ഹാഉ ളമീറിനെ നീട്ടാനുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഹംസയാണ് വന്നിട്ടുള്ളത്. അവിടെ 4 ഹർക്കത്ത് വരെ നീട്ടാം. വഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവിടെ പല നിയമങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഖദീർ എന്നവിടെ എന്താണുള്ളത്? റാഇനെ തർഖീഖ് ചെയ്തു. കാരണം റായിൽ നമ്മൾ വഖഫ് ചെയ്യുന്നു, തൊട്ട് മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആണ്. അതുകൊണ്ട് റാഇനെ നമ്മൾ തർഖീഖ് ചെയ്ത് വെച്ചിരിക്കണം. ഖദീർ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. അവിടെയും അതുപോലെ തന്നെ ഖബീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നിയമമാണ്. അഥവാ റായിൽ നമ്മൾ വഖഫ് ചെയ്യുന്നു, തൊട്ട് മുമ്പിൽ സുക്കൂനുള്ള യാ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇരി എന്നാണ് നമ്മൾ നിർത്തേണ്ടത്, തർഖീഖ് ചെയ്തുകൊണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.